ഹായ് ഫ്രണ്ട്സ്, കൊയ്ത്ത് കഴിഞ്ഞേ, നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞേ, കൊയ്ത്ത് കഴിഞ്ഞേ, നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞേ. ഈ പാടമൊക്കെ കണ്ടാൽ അറിയാം അല്ലേ, കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതാണെന്ന് അല്ലേ. എന്നാലും നല്ല സുന്ദരിയാണ് അല്ലേ പാടം. അപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലൊക്കെ കിട്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നെല്ല് പുഴുങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെല്ല് പുഴുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് നന്നായി നല്ല വൃത്തിയായിട്ട് ഇന്ന് കിട്ടിയ നെല്ല് നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാലല്ലേ, കഴുകിയാലല്ലേ നമുക്ക് ഈ പതിരും നെല്ലും കൂടെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നമുക്ക് നല്ല നെല്ല് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം കേട്ടോ. അതായത് നെല്ലിന്റെ അകത്ത് ഇത് പതിര്, അതായത് നമ്മൾ നെല്ല് വെള്ളത്തിൽ ഇടുമ്പോ ഇതിനകത്ത് അരിയില്ല, അതുമ്പോ ഇത് പൊങ്ങി വരും, കാരണം വെയിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇതിനെ ഊറ്റി കളഞ്ഞിട്ടാണ് ബാക്കി പുഴുങ്ങണത്. നമ്മൾ പതിരും നെല്ലും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ നെല്ല് പുഴുങ്ങുക എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കൂടെ കാണാമല്ലോ അല്ലേ. ഒരു വലിയ കലത്തിൽ നമ്മൾ നെല്ലൊക്കെ എടുത്തിട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര നെല്ലേ കിട്ടിയുള്ളതെന്ന് ചോദിക്കരുത്. ഇവർ ഇത് പാടായതുകൊണ്ട് തന്നെ അവർ ഓരോന്നായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് നെല്ല് ആദ്യം എടുക്കുക ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നെല്ല് പുഴുങ്ങുന്നത്. പുഴുങ്ങിയ നെല്ല് ഉണക്കാനാണ് ഇടുന്നത്. അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണും. അത് കഴിഞ്ഞിട്ട് നെല്ല് കുത്താനൊക്കെ ഉള്ളത് സൊസൈറ്റികളിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് ചെയ്യുന്നില്ല. ഇപ്പം നമുക്കങ്ങനെ കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് ഈ നെല്ല് പുഴുങ്ങണതൊന്നും അത്രയ്ക്കൊന്നും ഇല്ലല്ലോ, റയറായിട്ടല്ലേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ അരി വാങ്ങിക്കുന്നത് ഒന്നെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കും, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കും, അങ്ങനെയൊക്കെ അല്ലേ. അതായത് ഇത് തിളച്ച് നല്ല തിള വന്നതിന് ശേഷം നമ്മൾ തീ അണച്ചിട്ട് അതിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് രാവിലെ അത് 3/4 ഭാഗത്തോളം ഊറ്റി വെളിയിൽ എടുത്തിട്ട് അടച്ച് വേവിക്കും. വെള്ളം അല്ലെങ്കിൽ വെള്ളം കൂടി പോകും. ആ ആവിയില് വെന്ത് കിടക്കണം, അടിയിൽ വെള്ളം കാണും. മാറ്റും. എന്നിട്ട് അത് പിന്നെ പിറ്റേന്ന് തീ അടച്ച് തീയിട്ട് ആവിയിൽ വെന്ത് വരും. ഇത് പിളർന്നു വരും. അത് നല്ല ആയിട്ട് പിളരണം, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. പിന്നെ വെയിലത്തിട്ട് ഉണക്കും. എത്ര ദിവസം വേണം ഉണങ്ങാൻ? ഉണങ്ങും. നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഉണക്കാം, അല്ലെങ്കിൽ 2-3 ദിവസം വേണം. ഇന്നിപ്പോ പുഴുങ്ങി മോളെ ഇട്ടിരിക്കുന്നു. ഈ നെല്ല് ഇവിടെ കിടന്ന് പുഴുങ്ങട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ടെറസിലോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന നെല്ലൊന്ന് കാണാം. മണ്ണാക്കളെ ഒന്ന് ഇടുതാണ്ട പുഴുങ്ങിയെടുക്കുന്നില്ല. ഇനി ഉണങ്ങിയതല്ലേ? ഉണങ്ങിയില്ല, ഒറ്റ ദിവസത്തെ ഉണക്കം. ഇനി 2 ദിവസം കൂടെ ഉണക്കണം. എന്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നത് ഉണക്കിയൊക്കെ വെച്ചിരിക്കുന്ന നെല്ലാണ്. ഇതിനി കുത്താൻ കൊടുക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.